ഇതിൽ ആരാ എവിൻ? ഞാനാണ് എവിൻ. കെവിൻ. ഞാനാണ് കെവിൻ. ആരാ മൂത്ത ആള്? ഞാനാ. എത്ര മിനിറ്റ് ഡിഫറൻസാ നിങ്ങള്? 8 മിനിറ്റ്. 8. ആരാ ചവിട്ടി പുറത്തിറക്കിയ? ഞാൻ ചവിട്ടി. കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ആണോ? അവിടെ എന്താ 8 മിനിറ്റ് എന്താ സ്പെൻഡ് ചെയ്ത? എന്തെങ്കിലും കുറച്ച് ഭക്ഷണം തീർക്കാനുണ്ടായിരുന്നു. ഭക്ഷണം തീർക്കാണ്ട്. ഓക്കെ. മിച്ചം വരുത്തല്ലേ, അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാം തീർക്കണം, വേസ്റ്റ് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വയസ്സ് എത്രയാ? എനിക്കോ 16, 17 കിടക്കുന്നു. പക്ഷെ അൻസുവിന് വയസ്സ് എത്രയാ? 30. അൻസു ശരിക്കും റീൽ കണ്ടന്റിലൂടെയാണോ വന്നത്? ഞാൻ ശരിക്കും കുറച്ച് സിനിമയിലൊക്കെ ഫസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റീലോട്ട് വന്നു. ഫസ്റ്റ് സിനിമയാണ്, പിന്നെയാണ് റീലോട്ട് വന്നത്. സിനിമയിലാണ് ആദ്യം കൊളാബ് അടിച്ചത്? അതെ അതെ. ഏത് വയസ്സ് തൊട്ടാണ്? ഞാൻ UKG തൊട്ട് അഭിനയിക്കാൻ തുടങ്ങിയത്. അതെന്താ ഓഡീഷൻ വഴിയാണോ? എങ്ങനെയാണ് സിനിമയിലേക്ക്? അത് ഞാൻ പണ്ട് UKG പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഡയറക്റ്റായിട്ട് അവിടുന്ന് കോൾ വന്നെയാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു കേട്ടാണ്, ഇതൊക്കെ പറഞ്ഞു കേൾവിയാണ്. എനിക്ക് അപ്പോഴത്തെ കാര്യം ഓർമ്മയില്ലല്ലോ. ഞാൻ അച്ഛനോട് എന്തോ സംസാരിച്ച അച്ഛൻ പറഞ്ഞു വെബ് സീരീസിൽ എന്തോ അഭിനയിച്ചു, അത് ഭയങ്കര വൈറലായി, അങ്ങനെ എന്തോ ഒരു സീരീസ് അല്ല, ഷോർട്ട് ഫിലിം. അന്ന് വെബ് സീരീസിലല്ല, എന്നിട്ട് നീ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിമാണ് ഫസ്റ്റ് ഞാൻ അഭിനയിച്ചത്. അവനകത്ത് ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ചെറുപ്പാലായിട്ട് അഭിനയിച്ച ആദ്യം. പിന്നെ ഓരോരുത്തർന്നും കോൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ പോയി സിനിമയിലോട്ട്. എവിനും കെവിനും എങ്ങനെ റീലിലൂടെയാണോ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങിയത്? ഈ കോമഡി സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലൊക്കെ വരുന്നതും എങ്ങനെയായിരുന്നു? പ്രോഗ്രാമിലൂടെയാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി? ആദ്യം അപ്പൊ ഏത് ഷോയിലാ വന്നേ? ആദ്യമേ ഫ്ലവേഴ്സിലായിരുന്നു. അതിലാണോ വന്നത്? ഓക്കെ. അതില് കട്ടുറുമ്പെന്ന് പറഞ്ഞൊരു പരിപാടിയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അത് എത്ര ആളാ, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്ത് ചോദിച്ചാലും അനിയനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. അവനോടോ? അങ്ങനെയില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്താ ജ്യൂസ് വേണോ? വേണ്ട, എനിക്ക് വേണ്ട. നീ കുടിക്കുന്നോ? എനിക്കും വേണ്ട. ഓക്കെ. അല്ല ഇല്ലേ, അവൻ വെറുതെ എന്റെ കൂടെ വന്ന് ബോഡി ഗാർഡ് പോലെ ആവില്ലേ, ഇതിലൊക്കെ പറഞ്ഞു. കറുപ്പും തന്നെ ഇപ്പൊ ഇട്ടേക്കും. മനസ്സിലായി. ഇത് എവിടെ പോയാലും നിങ്ങള് എന്തൊക്കെയാണ് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാറുള്ളത്? നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പൊ ട്വിൻസ് ആണ്, ട്വിൻസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ, കരയുമ്പോൾ കൂടെ കരയും, അങ്ങനെ എല്ലാം ഒരേപോലെ ആയിരിക്കും. ബാത്റൂമിൽ പോകുകയാണെങ്കിൽ അപ്പോഴും അയാൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ നിങ്ങൾ സാദൃശ്യം? അങ്ങനെ എല്ലാം വിപരീത, പക്ഷെ മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടുമ്പോ ഒരേപോലെ, പിന്നെ ചിന്തിക്കുന്നതൊക്കെ ചിലത് ഒരേപോലെയൊക്കെ. അല്ല, ഇത് സീരിയസ് ആയിട്ടാ പറഞ്ഞേ? പിന്നെ ഓക്കെ ഓക്കെ, ശരി. മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോ ഒരേപോലെ. ഞാനിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇവനും വരും. ഓ, ചെക്ക് ചെയ്യാൻ വരുന്നതാണോ? അല്ല, അങ്ങനല്ല. അല്ല, ഇവനെന്താ ജോലി തീർക്കാൻ വരുന്ന പോലെ. ഓക്കെ ഓക്കെ. പിന്നെ അടി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ? അടി ഒരേപോലെ വൈബിനനുസരിച്ച് അടി, പിന്നെ ഭയങ്കര ഇതായിട്ടാ, അല്ലാതെ വാക്ക് തർക്കമല്ല. ആദ്യമേ വാക്ക് തർക്കമാവും, പിന്നെ തോടും പിടിയും, പിന്നെ ഇടിയാവും. കുടുംബത്തില് വേറെ ആരൊക്കെ ഉള്ള മൈക്ക് കൊടുത്ത പറഞ്ഞു? കുടുംബത്തിലെ അപ്പനും അമ്മയും 2 ചേച്ചിമാരുണ്ട് കെട്ടിച്ചിട്ട്. എന്നിട്ട് നിങ്ങളിവിടെ? ഞങ്ങളിവിടെ ഇരുന്ന് പോയി. അല്ല കെട്ടാൻ ചൈൽഡ് മാരേജ് ഇല്ലാതെ പോയി നമ്മളെന്താ. ഓക്കെ. അല്ല, കുടുംബത്തിൽ എന്ന് പറയുമ്പോ ചേച്ചിമാര് ഡിഫറൻസ് എത്രയാ അപ്പൊ ഏജ്? മൂത്ത ചേച്ചിയായിട്ട് 17 വയസ്സിന്. എന്റെ പൊന്നെ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇളയ ചേച്ചിയായിട്ട് 13 വയസ്സിന് വ്യത്യാസം ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങൾക്കൊരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? പപ്പയുടെ മമ്മിയോട് ചോദിച്ചോ അത് എന്താണ് ഇത്രയും ഇവര് അങ്ങനെ വല്ലതും? ഇല്ല. ഓക്കെ. കണ്ടന്റ് റീല് ചെയ്യുമ്പോഴേ നമ്മൾ കൂടുതലും ആക്ടിങ് ആണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ക്യാമറ ക്വാളിറ്റി ആണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കണ്ടന്റ് ആണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അൻസു എങ്ങനെയാണ്? എല്ലാം ഒരുപോലെ ശ്രദ്ധിക്കണം. പിന്നെ കൂടുതൽ ഇപ്പൊ ഞാൻ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ടിങ് കൂടുതൽ ശ്രദ്ധിക്കും, ക്യാമറ എല്ലാം ചോദിച്ചാൽ എല്ലാം ശ്രദ്ധിക്കും. ഇവിടെ എങ്ങനെയാണ് എവിനും കെവിനും? കണ്ടന്റ് ആണോ? അത് ഞാൻ കണ്ടന്റ് കൂടുതൽ ശ്രദ്ധിക്കും, ഇവൻ ക്യാമറയുടെ ആംഗിളും കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കും. ഇവൻ കാരണമാണ് കുറെ സമയം പോകുന്നത്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എടുപ്പിക്കും. വേണ്ട, കുറെ കാര്യം പറഞ്ഞോ. അവൻ പറഞ്ഞ തന്നെ. അവൻ വേറെ രീതിയിലാ വേറെ രീതിയിലാ പറയുന്നത്. അപ്പൊ ക്യാമറ കണ്ടന്റ് ഒക്കെ നോക്കുന്നത് താനാണോ? ഞാനാ. എനിക്ക് അതൊരു തൃപ്തി വരത്തില്ല. ഇവൻ ഒരു ഫ്രെയിം ഒക്കെ പിടിക്കുമ്പോഴേ ഇവൻ കൊണ്ട് മേളിലൊക്കെ ആയിരിക്കും. നമുക്ക് ആ കറക്റ്റ് ഒരു ഇത് വന്നാലേ എനിക്ക് ആ ഒരു തൃപ്തി വരത്തുള്ളൂ. മനസ്സിലായി. കണ്ടന്റ് ഒക്കെ ആരാ? അത് പിന്നെ 2 പേരും കൂടെ ഒരുമിച്ചാ, പക്ഷെ കൂടുതലും ഇവനാണ്. തല മൊത്തം പുള്ളിരെ ആണ്. ഇത് മിക്കവാറും ഇവിടെ ഇരുന്ന് അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അൻസു.